ഹായ് ഹലോ ഓൾ. ദിസ് ഇസ് വന്ദന ചന്ദ്രദാസൻ. ഇന്റർവെല്ലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് NIOS? നിങ്ങൾ എങ്ങനെയാണ് NIOSലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്? എന്താണ് NIOS? NIOSലെ എക്സാം സൈക്കിൾസ് എങ്ങനെയാണ്? NIOSലെ കുട്ടികൾക്ക് എന്ത് സിലബസിന്റെ ബേസിലാണ് ക്ലാസ് എടുക്കുന്നത്? അതുപോലെ എന്താണ് TMA? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കുറേ ക്വറീസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് NIOS എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലൂടെ കിടക്കാം. സോ എന്താണ് NIOS? വാട്ട് ഈസ് NIOS? അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. വാട്ട് ഈസ് NIOS? NIOS എന്ന് പറയുന്നത് എന്താണ്? NIOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തന്നെയാണ് നമ്മൾ NIOS എന്ന് പറയുന്നത്. സോ ഇതൊരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ NIOS എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേണിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ? സോ അവർക്കെല്ലാം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ ലേണിംഗ് പാറ്റേൺ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓഫർ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ക്ലാസ്സസ് ലെവൽ. അതായത് നമ്മൾ സീനിയർ 10ലെ പിള്ളേർക്കും +2ലെ കുട്ടികൾക്കുമാണ് NIOSൽ കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. ഓക്കെ, അവരാണ് NIOSൽ കൂടുതലും ജോയിൻ ചെയ്യുന്ന കുട്ടികളായിട്ട് വരുന്നത്. 10ലെയും +2ലെയും കുട്ടികളാണ് കൂടുതൽ നമുക്ക് NIOSൽ ജോയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് NIOSന്റെ എക്സാം സൈക്കിളും രജിസ്ട്രേഷൻ വാലിഡിറ്റിയും നമുക്ക് നോക്കാം. ഓക്കെ, സോ NIOSന്റെ എക്സാം സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് NIOSൽ 2 വർഷം കൂടുമ്പോഴാണ്, ഒരു വർഷത്തിൽ 2 തവണയാണ് നമുക്ക് എക്സാംസ് വരുന്നത്. ഓക്കെ, എക്സാം കണ്ടക്റ്റഡ് ട്വൈസ് എ ഇയർ. ഒരു വർഷത്തിൽ 2 തവണയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതും നമ്മൾ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ആയിട്ടാണ് എക്സാം സൈക്കിൾസ് വരുന്നത്. ബ്ലോക്ക് 1ൽ നമ്മൾ ഏപ്രിൽ ടു മെയ് ആണ് ഫസ്റ്റ് എക്സാം സൈക്കിൾ വരുന്നത്. ബ്ലോക്ക് 2ലെ എക്സാം സൈക്കിൾ എന്ന് പറയുന്നത് ഒക്ടോബർ ടു നവംബർ ആണ് നമ്മൾ അടുത്ത എക്സാം സൈക്കിളായിട്ട് പറയാൻ സാധിക്കുന്നത്. സോ മെയിൻലി 2 എക്സാം സൈക്കിൾസ് ആണ് വരുന്നത്. ഒന്ന് ഏപ്രിൽ ടു മെയ് ബ്ലോക്ക് 1 ആയിട്ടും ഒക്ടോബർ ടു നവംബർ ബ്ലോക്ക് 2 ആയിട്ടുമാണ് NIOSലെ എക്സാം സൈക്കിൾസ് വരുന്നത്. ഇനി അഡ്മിഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അഡ്മിഷൻ്റെ പ്രോസസ്സും നമുക്ക് 2 ബ്ലോക്കുകളായിട്ട് തന്നെയാണ് നിലവിലുള്ളത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ആയിട്ട് തന്നെയാണ് അഡ്മിഷൻ്റെ പ്രോസസ്സും നിലവിൽ ഉള്ളത്. അപ്പോൾ ബ്ലോക്ക് 1ൽ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ടു സെപ്റ്റംബർ മാസങ്ങളിലാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഒക്ടോബർ ടു മാർച്ചിലാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിനെ. ഇനി വാലിഡിറ്റി ആണ് മെയിൻ കാര്യം. ഇതിന് വാലിഡിറ്റി ഉണ്ടോ? NIOS കുട്ടികൾക്ക് അല്ലെങ്കിൽ NIOSൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാലിഡിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ. നമ്മൾ അഡ്മിഷൻ എടുത്തത് മുതൽ 5 വർഷം വരെയാണ് നമുക്ക് NIOS വാലിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നാഷണൽ സ്കൂൾ ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിലെ കുട്ടികൾക്ക് 5 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. നമ്മൾ അഡ്മിഷൻ എടുത്തത് മുതൽ 5 വർഷം അവർക്ക് വാലിഡിറ്റി ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇല്ലേ? അപ്പോൾ എന്താണ് എക്സാം സൈക്കിള്, എന്താണ് അഡ്മിഷൻ പ്രോസസ്സ്, എന്താണ് രജിസ്ട്രേഷൻ, വാലിഡിറ്റി, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തതാണ് അക്കാഡമിക് സ്ട്രക്ചർ ഓഫ് NIOS. NIOSന്റെ അക്കാഡമിക് സ്ട്രക്ചർ എങ്ങനെയാണ്? സോ നമുക്കറിയാം 10th ലെവലിലും +2 ലെവലിലുമാണ് നമ്മൾ അക്കാഡമിക് സ്ട്രക്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ സെക്കൻഡറി ലെവൽ, അതായത് 10ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് 5 വിഷയങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവുക. ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി NIOSൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 5 വിഷയങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അതിൽ 2 ലാംഗ്വേജ് വരും, +3 അഡീഷണൽ ആയിട്ട് അതർ സബ്ജക്റ്റുകളും
കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവും. സോ മൊത്തത്തിൽ 10ലെ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളത് 5 വിഷയങ്ങളായിരിക്കും. സെയിം പോലെ തന്നെയാണ് ഒരു പ്ലസ് ടുവിൽ ഒരു സീനിയർ സെക്കൻഡറി ലെവലുള്ള കുട്ടിക്ക്, പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും 5 മെയിൻസ്, അതായത് മിനിമം 5 സബ്ജക്റ്റ് എങ്കിലും ആ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമുക്ക് മെയിൻ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. 5 വിഷയങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവുക. സെയിം പോലെ തന്നെയാണ്, അതായത് 2 ലാംഗ്വേജും 3 അതർ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അക്കാഡമിക് സ്ട്രക്ചർ. ഇനി NIOSലെ സിലബസ് എന്താണെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള മറുപടിയാണ് NCERT ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. NIOSലെ കുട്ടികൾക്ക് NCERT ഫ്രെയിം വർക്ക് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എന്താ പറയുക സിലബസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും ഒരു ക്ലാരിറ്റി വന്നുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അക്കാഡമിക് സ്ട്രക്ചർ ഓഫ് NIOS നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ 10ലെയും പ്ലസ് ടുവിലെയും കുട്ടികൾക്ക് 5 വിഷയങ്ങൾ, മിനിമം 5 വിഷയങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ഇനിയാണ് മെയിൻ ആയിട്ട് പറയുന്നത് TMA. എന്താണ് TMA? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു വാക്ക്? TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്. ടീച്ചർമാരെ കുട്ടികൾക്ക് കൊടുക്കുന്ന അസൈൻമെന്റ് ആണ് കേട്ടോ ഈ TMA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിതിന്റെ ഡെഫിനേഷനിലോട്ട് പോവാം. അപ്പോൾ TMA are assignment given to NIOS students for each subject to assess their understanding. അതായത് ടീച്ചേഴ്സ്, TMA എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്ന അസൈൻമെന്റ് ആണ്. അവർക്ക് കുട്ടികൾക്ക് എത്രമാത്രം എടുത്ത സബ്ജക്റ്റ് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അസൈൻമെന്റ് എഴുതി നമ്മുടെ സ്റ്റഡി സെന്ററിലോട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതുകൂടി ആണ്. സോ ഇതിനെയാണ് നമ്മൾ TMA കൊണ്ട് TMAന്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. ഇനി നമ്മൾ പേർപ്പസ് ആണ്, അതായത് TMAന്റെ പേർപ്പസ് എന്താണെന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽപ്പ് ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്ട് ബെറ്റർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഫൈനൽ റിസൾട്ട്. കുട്ടികൾക്ക് എന്താണ് ബെറ്റർ ആയിട്ട് എടുത്ത സബ്ജക്റ്റ് നന്നായിട്ട് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുന്നതിനെ ആണ്, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് അല്ലേ. കുട്ടികൾക്ക് നമ്മൾ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ തന്നെയല്ലേ കുട്ടികൾക്ക് എത്രമാത്രമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. സോ ഇതാണ് നമ്മുടെ TMAന്റെ പേർപ്പസ് ആയിട്ട് വരുന്നത്. ഫൈനൽ റിസൾട്ടിൽ അവർക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ, എടുക്കുന്ന സബ്ജക്റ്റിൽ അത്രമാത്രം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അത് ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് TMAന്റെ പേർപ്പസ്. ഇനി മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം. ടോട്ടൽ TMA മാർക്ക് പെർ സബ്ജക്റ്റ് പ്ലസ് 20 മാർക്സ്. അതായത് ഓരോ വിഷയത്തിനും അസൈൻമെന്റ് കൊടുക്കുമ്പോൾ 20 മാർക്ക് വീതമാണ് ഓരോ സബ്ജക്റ്റിനും 20 മാർക്ക് വീതം വെച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും അസൈൻമെന്റിന്. സോ ഇതാണ് TMA. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സോ എന്താണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്? ഓക്കെ, മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മൾ അടുത്തത് PCP, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. ഇനി എന്താണ് PCP നമുക്ക് നോക്കുകയല്ലേ, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. ഈ PCPക്കും അതിൻ്റെതായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. സോ PCP refers to face-to-face interaction classes organized by the study center. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് അവിടെ വരുന്നത്? ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആണ് നമുക്ക് അവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ഓരോ ടീച്ചറും, ഓരോ NIOSലെ ഓരോ ടീച്ചേഴ്സും ശ്രമിക്കുന്നത്. സോ എന്താണ് അവിടെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അവിടെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻസ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ലേണേഴ്സ് ക്യാൻ ആസ്ക് ഡൗട്ട് ആൻഡ് ഗെറ്റ് ഗൈഡൻസ് ഫ്രം ദ ടീച്ചർ. കുട്ടികൾക്ക് മനസ്സിലാവാത്ത ഭാഗം, ഡൗട്ടുള്ള ഭാഗങ്ങൾ ടീച്ചറെ അടുത്ത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികളുള്ള ക്ലാസ്സിൽ അതുപോലെ ഒറ്റ ടീച്ചർ എന്ന രീതിയിലുള്ള ക്ലാസ്സും രണ്ടും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഉറപ്പായിട്ടും. കാരണം ഒരുപാട് കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കുറച്ച് ടീച്ചർ ക്ലാസ് എടുക്കുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കിയ കുട്ടികളുണ്ടാവും, മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. സോ എല്ലാവരും ഓപ്പൺ അപ്പ് ആവണമെന്നില്ല. ഇപ്പോൾ മറ്റു കുട്ടികൾ എന്ത് വിചാരിക്കും, എനിക്കത് മനസ്സിലായില്ലേ എന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. കാരണം എല്ലാ കുട്ടികൾക്കും എന്താണ്, ദേ ആർ ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ അല്ലേ. ഓരോ കുട്ടികളും മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തത തന്നെയാണ്. സോ ഇവിടെ നമ്മുടെ NIOSലാണെങ്കിൽ ഒരു ടീച്ചർക്ക് ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ടീച്ചറിൻ്റെ ഗൈഡൻസ് അവിടെ ലഭിച്ചിരിക്കും. എന്ത് ഡൗട്ടാണെങ്കിലും എടുക്കുന്ന സബ്ജക്റ്റിൽ ടീച്ചേഴ്സ് അത് വ്യക്തമായി ക്ലിയർ ചെയ്തിട്ടേ
അടുത്ത ക്ലാസ്സിലോട്ട് പോവുകയുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് ദ ഡെഫിനേഷൻ ഓഫ് PCP, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. ഇനി ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണ്? യൂഷ്വലി നമുക്ക് ഒരു സെഷൻസ് വരുന്നത് 5 മുതൽ 10 സെഷൻസ് ആണ് ഒരു സബ്ജക്റ്റിന് കിട്ടുന്നത്. ഓക്കെ, 5 മുതൽ 10 സെഷൻസ് വരെയാണ് നമുക്കൊരു സബ്ജക്റ്റിന് കിട്ടുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി അറ്റൻഡൻസ് അറ്റൻഡൻസ് നിർബന്ധമാണോ NIOS എന്നുള്ളത് ചോദ്യം ഒരുപാട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിർബന്ധമല്ല, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. അതായത് അറ്റൻഡൻസ് ഉണ്ടെങ്കിലല്ലേ കുട്ടികൾ എത്രമാത്രം ക്ലാസ്സിൽ വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾ എത്രത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ NIOSൽ അറ്റൻഡൻസ് ഇറ്റ്സ് നോട്ട് കമ്പൽസറി, പക്ഷെ നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യും അല്ലേ. നമ്മൾ എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ബെറ്റർ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനും ഡൗട്ട്സുകൾ സോൾവ് ചെയ്യാനും അവർക്ക് എക്സാമിന് ബെറ്റർ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് കമ്പൽസറി, ബട്ട് നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ് അറ്റൻഡൻസ്. ഓക്കെ, അപ്പോൾ PCP എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് NIOSന്റെ സപ്പോർട്ട്സ് എന്താ നമുക്ക് നോക്കാം. NIOS സപ്പോർട്ട്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് NIOS സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് TMAയും PCPയുമാണ് ഇവിടെ NIOS സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. അതായത് PCP, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. എന്താണ് പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം? പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ടു ഫേസ് ട്യൂട്ടറിങ് സപ്പോർട്ടാണ്. ഓക്കെ, ഫേസ് ടു ഫേസ് ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയുമായിട്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ടീച്ചറുമായിട്ട് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒരു ഇന്ററാക്ഷൻ സെക്ഷൻസ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ TMA നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് ആണ് TMA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്താണ്, ടീച്ചേഴ്സ് കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കുന്നു. ഓരോ അസൈൻമെന്റിനും 20 മാർക്ക് വെച്ചിട്ടാണ് ടീച്ചേഴ്സ് അസൈൻമെന്റ് കൊടുക്കുക അല്ലെ. ദാറ്റ് ഈസ് TMA. ഓക്കെ, സോ ഇതാണ് NIOS സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കോഴ്സസ് എന്തൊക്കെയാണ്, സെക്കൻഡറി കോഴ്സസുകൾ നമുക്ക് NIOSൽ പ്രൊവൈഡ് ചെയ്യുന്ന സെക്കൻഡറി കോഴ്സസുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ മെയിൻ ആയിട്ട് കുറേ കോഴ്സസുകളുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തതിൽ പരം കോഴ്സസുകളാണ് നമ്മുടെ NIOSലെ കുട്ടികൾക്ക്, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിരവധി കോഴ്സുകളാണ് NIOS പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് നമുക്ക് ഹിന്ദി ഉണ്ട്. ഹിന്ദി ഒരു സെക്കൻഡറി കോഴ്സസിലെ ഫസ്റ്റ് വണ്ണാണ് ഹിന്ദി, ഇംഗ്ലീഷ്, social science, Indian culture and heritage, painting, data entry, home science, mathematics, science and technology, economics, business studies, psychology, accountancy, Hindustani music, folk art, Indian sign language, നാട്യകല. ഇത്രയും ഇതിൽ പരം കോഴ്സസുകളുണ്ട്. ഓക്കെ, NIOSലെ കോഴ്സസുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഡ് കോഴ്സസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ വെറൈറ്റി കോഴ്സസുകളാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം NIOS ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡറി, അതായത് സീനിയർ സെക്കൻഡറി കോഴ്സസുകൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇംഗ്ലീഷ്, ബംഗാളി, തമിഴ്, ഉറുദു, സാൻസ്ക്രിറ്റ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, political science, economics, accountancy, computer science, sociology, mass communication, tourism, introduction to law, military studies, etc. ഈ നിരവധി കോഴ്സസുകളാണ് +2 പഠിക്കുന്ന കുട്ടികൾക്ക് NIOS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം NIOSലെ ഒരുവിധം എന്താണ് NIOS, എന്താണ് TMA, എന്താണ് PCP, അതുപോലെ അറ്റൻഡൻസ് NIOSൽ നിർബന്ധമാണോ, അതുപോലെ TMAന്റെ ആവശ്യകത എന്താണ്, പർപ്പസ് എന്താണ്, PCPയുടെ ആവശ്യകത എന്താണ്, എന്തെല്ലാം കോഴ്സസുകളാണ് 10ലെയും +2ലെയും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.